ഹായ് ഹലോ, ഈ വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? കുടുംബ പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പരിചയം കാണും. കാരണം മലയാളികളുടെ ഇഷ്ടപ്പെട്ട സീരിയലായ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സീരിയലിന്റെ സെറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. കൂടാതെ നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാണെന്നല്ലേ? വാ. ഞാൻ നിർമ്മിക്കുന്ന സീരിയലാണ് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിലൂടെയാണ് ഈ സീരിയൽ സംപ്രേഷണം നടത്തുന്നത്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾക്ക് നിങ്ങൾ നൽകി വരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും ഉണ്ടാവണം. വരും ദിവസങ്ങളിൽ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളിലൂടെ കുറച്ച് സർപ്രൈസുമായിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ കാണാൻ മറക്കരുത്. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണി. അഭിരാമിയും വർഷയായിട്ടാണ് നമ്മൾക്ക് ഇവരെ രണ്ടുപേരെ അറിയപ്പെടുന്നതെങ്കിലും ഇവരാരൊക്കെയാണെന്ന് അറിയാം അല്ലേ? പറയൂ, എന്താ പേര്? എന്റെ പേര് സ്നേഹ ഗൗരി. ഇതിൽ അഭിരാമിയായിട്ട് ക്യാരക്ടർ ചെയ്തു. വർഷ എന്താണ് ശരിക്കുള്ള പേര്? റിയൽ നെയിം ഐശ്വര്യ എന്നാണ്. ഇതെന്താ ശരിക്കും റെഡും വൈറ്റും ഒക്കെ ഇട്ടിട്ട് വാലന്റൈൻസ് ഡേ തീമിലാണല്ലോ രണ്ടുപേരും? അതെ, നമുക്ക് എത്തിയല്ലോ. ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അതെ. ഓക്കെ, അപ്പൊ വിജയ് ബാബു സാറിനെ പോലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വന്നപ്പോ പേടി ഉണ്ടായിരുന്നോ? എങ്ങനെയാ? സർ കുറച്ച് അധികം കൂളായിട്ടാണ് വർക്കിനെ കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഭയങ്കര കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും ഈ ഫ്രൈഡേ ഫിലിം പോലുള്ള ഒരു ഫിലിം ഹൗസ് ഒക്കെ സീരിയലിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? ആക്ച്വലി ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരുപാട് യങ്സ്റ്റേഴ്സിനായാലും ഒരുപാട് റോങ് ഐഡിയ സീരിയൽ എന്നുള്ള രീതിയിൽ പല രീതിയിലും കിടപ്പുണ്ട്. ഞാൻ കാണാറില്ല അങ്ങനെ എങ്ങനെ. പക്ഷെ അങ്ങനെയല്ല. ചില പ്രൊഡക്ഷൻ ഹൗസസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇംപ്രൂവ് ചെയ്ത് ആക്ടിങ് സ്കിൽസിലും പല കാര്യങ്ങളിലും മൂവിയിൽ മാത്രമല്ല ഡെഡിക്കേഷൻ ഒരു സീരിയൽ എന്നുള്ള രീതിയിൽ വരാനൊക്കെ ആയിട്ട് തോന്നും. ശരിക്കും വിജയ് ബാബു സാർ വരുമ്പം ഒരുപാട് ന്യൂ ഫേസസിനൊക്കെ പുതിയതായിട്ട് കാസ്റ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? പറയൂ വർഷ. ഇനിയിപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ സീരിയലിലും ഒരു തുടക്കക്കാരി തന്നെയാണ്. പ്രതീക്ഷ ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലാതില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൈഡേ ഫിലിമേഴ്സ് എപ്പോഴും ഈ ന്യൂ ഫേസസിന് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മള് എന്താ ന്യൂ ഫേസസ് മാത്രമല്ല, നമുക്ക് പൊതുവെ ഫ്രൈഡേയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 21 ഡയറക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി കൂടിയാണ്. സോ ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രൊഡക്ഷൻ. ശരിക്കും ഈ വിജയ് ബാബു സാർ വരിക എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തോ? ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ് ചെയ്യണം? ഞങ്ങൾ ഇന്നലെ രാത്രിയായിരുന്നു ആക്ച്വലി അറിയുന്നത്. അപ്പോ അതിൻ്റെതായ ഒരു അഭിപ്രായം. പക്ഷെ എന്നിരുന്നാലും ആള് വന്നത് ഭയങ്കര കൂളാണ്. അല്ല, സാറിന്റെ മുന്നിൽ അഭിനയിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇല്ല, കാരണം അതിന് മുമ്പേ സാർ ഞങ്ങൾക്ക് വന്ന് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ കൂളായി. ഞങ്ങൾ ഓൾറെഡി വർക്കിന്റെ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ സീരിയലിലെ സെക്കൻഡ് ഹീറോ ആൻഡ് ഹീറോയിനെയാണ് കാണുന്നത് അല്ലേ? ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളിലെ നായകനും നായികയാണ്. പറയൂ, എന്താ വിശേഷം? നല്ല വിശേഷം. നല്ല ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്താ സ്പെഷ്യൽ ആയിട്ട് എന്താ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡൊക്കെ നടക്കുകയാണല്ലേ? ശരിക്കും സീരിയലിലെ കപ്പിൾസ് ആണല്ലോ രണ്ടുപേരും. അതെ. യഥാർത്ഥ ജീവിതത്തിൽ രണ്ടുപേരും സിംഗിൾ ആണ്? ഇല്ല, ഞാൻ മാരീഡ് ആണ്. എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു സിംഗിൾ ആണെന്ന് ഓർത്തിട്ട്. ഞാൻ കരുതി കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സീരിയലിലെ നായകനും നായികയാണല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ കെമിസ്ട്രി? പറയൂ. അല്ല, നിങ്ങൾക്ക് അഭിനയിക്കുമ്പോൾ എന്താ തോന്നിയത്? കംഫർട്ടബിൾ ആണ് അഭിനയിക്കാൻ. ഓക്കെ, അപ്പൊ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് എന്താ നമുക്ക് പ്രേക്ഷകർക്ക് എന്താ? നമുക്ക് സ്പെഷ്യൽ എപ്പിസോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാരും കാണണം. പിന്നെ എന്താ പറയാ, ഇതിനെ കുറിച്ച് കുറെ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ.
അത് വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ട സ്പെഷ്യൽ episode ഗസ്റ്റ് തന്നെ. ഒക്കെ വരുന്നുണ്ട് സീരിയലിൽ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അതെ അതെ. ഒരുപാട് പുതിയ എപ്പിസോഡ്സ് വരുന്നുണ്ട്. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് പ്രേക്ഷകർക്ക് ഒരു പുതുമയായിരിക്കും. എല്ലാവരും മിസ്സാകാതെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ പുതിയ എപ്പിസോഡ് കാണുക. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളിലെ ഹീറോയാണ് മുന്നിൽ നിൽക്കുന്നത്. എവിടെ പേരെവിടെ നമ്മുടെ നായിക? വൺ ഓഫ് ദി ഹീറോ. നായിക എവിടെ? അവൈലബിൾ അല്ല. ഓക്കെ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്യണല്ലേ? അപ്പൊ നായിക എവിടെ പോയി? നായിക എന്റെ നായിക ഇന്ന് റിയൽ നായിക. റിയൽ നായിക എന്ത് ചെയ്യുന്നു പറ. റിയൽ നായിക ഇല്ല കേട്ടോ. ഓക്കെ, സിംഗിൾ ആണ് ഗൈസ്. ദേവ് സിംഗിൾ ആണ്. ഓക്കെ, സീരിയലിലെ കഥാപാത്രത്തിന്റെ പേര് അങ്കിത്. അറിയാം, എനിക്കറിയാം. എന്നാലും ഞാൻ ചുമ്മാ ചോദിച്ചാണ്. ദേവ് എന്നാണ് നമ്മളെല്ലാവരും. ഒരുപാട് ചുള്ളനായതുകൊണ്ട് ഒരുപാട് ഫാൻസ് ഒക്കെ കാണുമായിരിക്കും അല്ലെ? വാലന്റൈൻസ് ഉണ്ടാകുമായിരിക്കും. ആരെങ്കിലും ഒക്കെ പ്രപ്പോസ് ചെയ്യുമായിരിക്കും. കിട്ടിയിട്ടുണ്ടോ സാധാരണ വാലന്റൈൻസ് ഡേയിൽ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫാൻസ് ഒക്കെ പ്രപ്പോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും കമ്മിറ്റഡ് ആണെന്ന് ഓർത്തിട്ടാണ്. ഗൈസ് സിംഗിൾ ആണ്. വാലന്റൈൻസ് ഡേന് സിംഗിൾ ഗേൾസിനൊക്കെ നല്ല ഒരു ഗുഡ് ന്യൂസ് ആണ് അല്ലേ? ഒരുപാട് പ്രപ്പോസൽസ് കിട്ടട്ടെ. ഈ വാലന്റൈൻസ് ഡേ മെമ്മറബിൾ ആവട്ടെ. ഓക്കെ, വേറെ എന്താ സീരിയലിനെ പറ്റി പറയൂ. സീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ പുതിയൊരു ക്യാരക്ടറായിട്ട് വന്നതാണ്. വന്നിട്ട് ഇപ്പോൾ ഒരു ഷെഡ്യൂൾ ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയാണ്. പിന്നെ ഒരുപാട് എന്താ പറയുക സസ്പെൻസും ത്രില്ലറൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് ഒരുപാട് എപ്പിസോഡ്സ് വരാനിരിക്കുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ കൂടെ പറഞ്ഞു. അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇങ്ങനല്ലേ?